ഏകദിനത്തിൽ ഓഫ് കോഴ്സ് രണ്ടുപേരെ പറയാം. ഒന്ന് കോഹ്ലിയാണ്, മറ്റൊന്ന് രോഹിതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോഹ്ലി ഈ പറഞ്ഞ പോലെ കോഹ്ലിയെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം സ്ഥിരമായിട്ട് ഗ്രൗണ്ടിൽ ഇല്ലാത്ത ആളാണ്, ലണ്ടനിലാണ് താമസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം കിട്ടിയ അവസരങ്ങളിലൊക്കെ അദ്ദേഹം പെർഫോം ചെയ്യുന്നു. പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ട്രോഫി, പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യക്കെതിരെ വിജയം ഒരു പ്രതീക്ഷയായിട്ട് വരുന്നു, അന്നൊക്കെ ഈ കോഹ്ലി വന്നിട്ട് അടിക്കും എന്ന് പറയുന്നത് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ടു. അതിലേറെ സെമിയിൽ നിർണായക മത്സരത്തിൽ ഓസീസിനെതിരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കോഹ്ലി ജയിക്കുന്നത് കണ്ടു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ പരമ്പരയിലാണ് കോഹ്ലി ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത്. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ കോഹ്ലി ഫോം ആവുമോ എന്ന് പറയുന്ന ആശങ്കകളുണ്ടായിരുന്നു. ആദ്യ 2 മത്സരങ്ങൾ ഡെക്കായപ്പോൾ വിരമിക്കൽ സൂചന വരെ എന്നൊക്കെ പലരും പറഞ്ഞതാണ്. പക്ഷേ 3-ാം മത്സരത്തിൽ സിഡ്നിയിൽ തിരിച്ചു വന്ന കോഹ്ലി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറിയും പിന്നീട് ഒരു അർദ്ധ സെഞ്ചുറി നയിച്ച് കോഹ്ലിയാണ് തന്നെ തെളിയിച്ചു. ഇപ്പോൾ വിജയ് ഹസാരയിലുണ്ട്. രോഹിതിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഈ പ്രായത്തിൽ 38-ാം വയസ്സിൽ അദ്ദേഹം ഇതുവരേക്കും കരിയറിൽ 1-ാം റാങ്കിൽ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ 1-ാം റാങ്കിൽ എത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഏകദിനത്തിൽ ഇവരാണ്. 2020 നിസ്സംശയമായും അഭിഷേക് ശർമ്മയുടെ ഇതാണ്. അദ്ദേഹം ഏഷ്യ കപ്പിലൊക്കെ അടിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഓവർസീസ് പിച്ചുകളിൽ എത്രത്തോളം ഫോമോ എന്നാണ് എല്ലാവരും വിമർശനമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയിട്ട് അതിഗംഭീരമായിട്ട് തന്നെ ബാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ 2020 ഇന്ത്യയുടെ ബെസ്റ്റ് ബാറ്റർ അഭിഷേക് ശർമ്മ തന്നെയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ 2020 ലോകകപ്പിലൂടെ അദ്ദേഹം ഫോം ആവുകയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് തന്നെ അദ്ദേഹം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്.